എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പഠിതാക്കളെ നമസ്കാരം. നിങ്ങളെല്ലാവരെയും എൻ്റെ 77ാമത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഞാൻ ഹാർദമായി ഊഷ്മളമായി സാദരം സസന്തോഷം സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബേക്ക് എന്ന വെർബും മറ്റൊരു വെർബിൻ്റെ റൂട്ടും ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രത്യേക ക്രിയയായിട്ട് എങ്ങനെ ഉപയോഗിക്കുക എന്നതാണ് പഠിച്ചത് അല്ലേ. ഒരു വാചകത്തിൽ എങ്ങനെ പ്രയോഗിക്കാം എന്നാണ് പഠിച്ചത്. നമുക്കറിയാം, അത് മേക്ക് കഴിഞ്ഞാൽ ഒരു ഓബ്ജക്റ്റ്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റൂട്ടായിട്ട് ഉപയോഗിക്കുന്ന വെർബ് വെക്കേണ്ടത്. അതിൻ്റെ അർത്ഥം നമുക്കറിയാം. മേക്ക് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു വെർബ് പറഞ്ഞാൽ ആ വെർബിനെ ചെയ്യിപ്പിക്കുന്ന അർത്ഥം കൂട്ടിയെടുക്കുക. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ചിരിക്കുക എന്നുള്ളതിന് ലോഫ് എന്താണെങ്കിൽ മേക്ക് ലോഫ് എന്ന് പറഞ്ഞാൽ ചിരിക്കുക, ചെയ്യിപ്പിക്കുക, അഥവാ ചിരിപ്പിക്കുക എന്ന അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുക എന്നും മനസ്സിലായി. അത് മേക്ക് കഴിഞ്ഞാൽ മേക്കിൻ്റെ രൂപം, അതായത് മേക്കിൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് ഉണ്ടാക്കുന്നു ചെയ്യിപ്പിക്കുന്നു എന്നാണെങ്കിൽ മേക്ക് ഓർ മേക്സ് ആണെന്നും, ഉണ്ടാക്കി ചെയ്യിപ്പിച്ചു എന്താണെങ്കിൽ മെയ്ഡ് എന്താണെന്നും, ചെയ്യിപ്പിക്കും എന്നർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വിൽ മേക്ക്, അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ നമുക്കറിയാം അല്ലേ. പക്ഷെ ഇവിടെ മാറ്റം വരില്ല എന്നറിയാം. ഇത് റൂട്ട് തന്നെയാണ്. മേക്ക് ലവ് ചിരിപ്പിക്കുന്നു, മെയ്ഡ് ലവ് എന്ന് വെച്ചാൽ ചിരിപ്പിച്ചു, വിൽ മേക്ക് ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിപ്പിക്കും. അപ്പോൾ ഇതൊരു പ്രത്യേകതയുണ്ട്. ബേക്ക് കഴിഞ്ഞ വശം വെർബ് വയ്ക്കരുത്. ബേക്ക് കഴിഞ്ഞിട്ട് ഒരു ഓബ്ജക്റ്റ് വെച്ചതിന് ശേഷമാണ് വെർബ് വയ്ക്കുക. ആരാണോ ചിരിക്കുന്നത് ആ ആളെ ഓബ്ജക്റ്റായിട്ട് വെക്കണം. ചിരിക്കുക എന്ന വാക്ക് വരുമ്പോൾ അത് ഇവിടുത്തെ പ്രവൃത്തി ചെയ്യുന്ന ആളായിരിക്കും ഇവിടുത്തെ ഓബ്ജക്റ്റ്. അതായത് ഈ വെർബ് ചുവന്ന അക്ഷരത്തിൽ എഴുതിയ വെർബുണ്ടല്ലോ, അതായത് രണ്ടാമത് വെച്ച വെർബിൻ്റെ ഓബ്ജക്റ്റ് ആയിരിക്കണം, സബ്ജക്റ്റ് ആയിരിക്കണം ഇവിടെ മേക്കിൻ്റെ ഓബ്ജക്റ്റ്. അങ്ങനെയാണ് ഇത് വയ്ക്കുക. മേക്ക് കഴിഞ്ഞ ഓബ്ജക്റ്റ്, പിന്നെ ആ ഓബ്ജക്റ്റ് ചെയ്യുന്ന ഒരു ക്രിയ, അതാണ് അതിൻ്റെ റൂട്ട് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ഇതേപോലെ മേക്കിന് മറ്റൊരു പ്രയോഗമുണ്ട് വേറൊരു അർത്ഥത്തിൽ. അത് ആക്കുക എന്ന അർത്ഥത്തിലാണ്. എന്താണ്? ആക്കുക എന്ന അർത്ഥത്തിലാണ്. അത് ഇവിടെ വരിക, അത് എന്താ വെച്ചാൽ അഡ്ജക്റ്റീവ് ആണ് വരിക. എന്താണ്? അഡ്ജക്റ്റീവ് ആണ് വരിക. നിങ്ങൾക്കറിയാം അഡ്ജക്റ്റീവ് എന്താ വെച്ചാൽ നാമാവിശേഷണമാണ് വരിക. അപ്പോൾ മേക്ക് ഓബ്ജക്റ്റ് ഒരു നാമാവിശേഷണം അഥവാ അഡ്ജക്റ്റീവ്. ഒന്നുകൂടിയും പറയാം, മേക്ക് ഓബ്ജക്റ്റ് പിന്നെ അഡ്ജക്റ്റീവ് അഥവാ നാമാവിശേഷണം. ഇപ്പോൾ പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയാണെങ്കിൽ വാചകം എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ ഒരു വാചകം എഴുതാം, അപ്പോൾ വളരെ വേഗം മനസ്സിലാവും നിങ്ങൾക്ക്. ഓക്കെ, ഇപ്പോൾ ബോർഡിലേക്ക് നോക്കുക. നിങ്ങൾ അതിലൊരു വാചകം കാണുന്നുണ്ട്, റാണീസ് ഹസ്ബൻഡ് മേക്സ് ഹെർ ഹാപ്പി. ഇതിൻ്റെ അർത്ഥം പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഘടന പിടികിട്ടും. റാണീസ് ഹസ്ബൻഡ് അർത്ഥം നിങ്ങൾക്ക് അറിയാം എന്താണ്? റാണിയുടെ ഭർത്താവ്. മേക്സിന് ഇതിൻ്റെ വരുമ്പോൾ ആക്കുന്നു എന്താണ്? ആക്കുക എന്നുള്ളത് ഇവിടെ ചേർക്കുമ്പോൾ ആക്കുന്നു, സിമ്പിൾ പ്രസൻറ്റൻസ് ആവും. ആക്കുന്നു ഹെർ അവളെ. റാണീസ് ഹസ്ബൻഡ് മേക്സ് ഹെർ എന്ന് പറഞ്ഞാൽ അതൊരു അർത്ഥമില്ല അല്ലേ. അവളാക്കുന്നു, എന്താക്കുന്നു, ഒരു പിടിയില്ലേ. ഒരർത്ഥം പോരാണെങ്കിൽ ഹാപ്പി എന്ന് പറഞ്ഞാലോ സന്തോഷമുള്ളവൾ. നമുക്കറിയാം ഹാപ്പി എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ളതാണ്. ഇംഗ്ലീഷ് വരുമ്പോൾ അത് ആരോട് ചേർത്ത് പ്രയോഗിക്കുന്നു എന്നതിനനുസരിച്ച് സന്തോഷമുള്ളവളെന്നോ സന്തോഷമുള്ളതെന്നോ ഒക്കെ ആക്കാന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഹെർ അവളാണ് ആക്കുന്നത്. അപ്പോൾ അവളെ ആക്കുന്നവരോ അവളെ എന്താക്കുക, സന്തോഷമുള്ള അവൾ എന്ന് ചേർത്ത് പറയണം. അങ്ങനെയാണ് ഇംഗ്ലീഷിലെ പ്രയോഗം. ഷീ ഈസ് ഹാപ്പി എന്ന് വെച്ചാൽ അവൾ ആകുന്നു, സന്തോഷമുള്ള എന്നല്ല, സന്തോഷമുള്ളവൾ എന്നൊക്കെ പറഞ്ഞാൽ തന്നിട്ടുള്ളതാണ്. അപ്പോൾ റാണീസ് ഹസ്ബൻഡ് മേക്സ് ഹെർ ഹാപ്പി. അപ്പോൾ മേക്സ് കണ്ട കഴിഞ്ഞിട്ട് എന്താ വരുന്നത്? ആരെ? അത് ഓബ്ജക്റ്റ് അല്ലേ. അപ്പോൾ ആക്കുന്നു, അവളെ ആക്കുന്നു. പിന്നെന്താ വരുന്നത്?
ഒരു അഡ്ജക്റ്റീവ്. അത് മേക്ക് ഓബ്ജക്റ്റ് സബ്ജക്റ്റ്. അപ്പോൾ മൊത്തം വാചകത്തിനെ പറയുന്ന സബ്ജക്റ്റ് കഴിഞ്ഞാൽ മേക്ക്, അത് കഴിഞ്ഞാൽ ഓബ്ജക്റ്റ്, അത് കഴിഞ്ഞാൽ എന്താണ് അഡ്ജക്റ്റീവ്. മനസ്സിലായി? അപ്പോൾ റാഡുയുടെ ഹസ്ബൻഡ് മേക്സ് ഹെർ ഹാപ്പി. മനസ്സിലായ? ഇതുപോലെ ഞാൻ കുറച്ച് വാചകങ്ങളും കൂടി എഴുതി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ അത് മനസ്സിൽ ഉറയ്ക്കും. ഓക്കെ? അപ്പോൾ കുറച്ച് വാചകങ്ങൾ നമുക്ക് വിശകലനം ചെയ്ത് നോക്കാം. എക്സ്പീരിയൻസസ്, അനുഭവങ്ങൾ, വിൽ മേക്ക് ആക്കി തീർക്കും. ആക്കുക പ്ലസ് വിൽ ആക്കി തീർക്കും. ദ മാൻ വൈസ്, മനുഷ്യരെ വൈസ് ബുദ്ധിയുള്ളവരാക്കി തീർക്കും. കണ്ട, വിൽ മേക്ക്, ഇതാണ് മേക്കിൻ്റെ ഫോം. അത് കഴിഞ്ഞ ഓബ്ജക്റ്റ്. ആരെയാണ് അങ്ങനെ ആക്കുക? ആക്കും. ആരെ? മനുഷ്യരെ. ഇത് ബുദ്ധിയുള്ളവൻ. മനസ്സിലായോ? അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഓബ്ജക്റ്റ്. ഈ ഓബ്ജക്റ്റിൻ്റെ പ്രത്യേകതയായ ആ വിശേഷണം. എക്സ്പീരിയൻസ് മേക്ക് മനുഷ്യനെ ആക്കും. എന്തും ആക്കും. അപ്പോൾ അർത്ഥം പൂർണ്ണവൻ ഒരു വിശേഷത. ഹാർഡ് വർക്ക് മേക്സ് ബോഡി സ്ട്രോങ്. ഇതർത്ഥം കഠിന അധ്വാനം മേക്സ് ആക്കുന്നു ബോഡി, ശരീരത്തെ എന്ത് സ്ട്രോങ്, ശക്തിയുള്ളതാക്കുന്നു. എന്താ? ശക്തിയുള്ള പ്ലസ് മേക്സ് ആക്കുന്നു, ശക്തിയുള്ളതാക്കുന്നു. ശക്തിയുള്ളത് ബോഡിയല്ലേ, അപ്പം അത് ശക്തിയുള്ളത് ആക്കുന്നു. കണ്ടാ? ഇവിടെ വന്നിട്ടുള്ളത് നിർജീവമായ ബോഡി എന്നുള്ള സാധനമായി ഡൗണായി കാരണം അത് എന്ന് നമ്മൾ പറയാം. ജീവി എന്നല്ല, അപ്പം അത് പറയാൻ ആക്കുന്നു. ലൈഫ് ഇൻ ദ മൈൻഡ്, ഗിനിയിലെ ജീവിതം. മെയ്ഡ് ആക്കി. ഹിസ് ലൈഫ്, അവൻ്റെ ജീവിതം. മിസറബിൾ, ദുരിതമുള്ളതാക്കി. ഫോർഗിവ്നെസ്, മാപ്പ് കൊടുക്കൽ. മേക്സ് ആക്കുന്നു. അസ്, നമ്മളെ ആക്കുന്നു. മാപ്പ് കൊടുക്കുന്നത് നമ്മളെ ആക്കുന്നു. എന്ത്? ഹെൽത്തി, ആരോഗ്യമുള്ളവരാക്കുന്നു. മനസ്സിലായി? ആ മേക്സ് കഴിഞ്ഞിട്ട് ഒരു ഓബ്ജക്റ്റ്, അത് കഴിഞ്ഞിട്ട് ഒരു അഡ്ജക്റ്റീവ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രയോഗം. നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി നമുക്ക് ഇതേപോലെ ഗെറ്റ് എന്നൊരു വാക്ക് ഇതുപോലെ ഉപയോഗിച്ച്, അതായത് ഇവിടെ കണ്ട ബേക്ക് കഴിഞ്ഞ്, ബേക്കിൻ്റെ ഒരു ഫോം കഴിഞ്ഞ് ഒരു ഓബ്ജക്റ്റ്, അത് കഴിഞ്ഞിട്ട് ഒരു അഡ്ജക്റ്റീവ്. അതുപോലെ ഈ ബേക്ക് പോലെ ഗെറ്റ് വയ്ക്കും. ഗെറ്റ് ഓബ്ജക്റ്റ് പിന്നെ ഒരു അഡ്ജക്റ്റീവ്. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് അടുത്തതായിട്ട് പഠിക്കാം. എന്താണ് ഈ മേക്ക് വന്ന പോലെ എന്ത് വരുന്നു? ഗെറ്റ്. അപ്പോൾ അതിൻ്റെ എന്താണ് അതിൻ്റേത്? അതിൻ്റെ രൂപം എന്താണ്? അതായത് ഇതുപോലെ തന്നെ ഗെറ്റിൻ്റെ സ്ഥാനത്ത് മാറ്റി ഗെറ്റ്, അതായത് മേക്ക് മാറ്റി ഗെറ്റ് വയ്ക്കാം. ഗെറ്റ് ഓബ്ജക്റ്റ് കഴിഞ്ഞാൽ പിന്നെ അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് സാധാരണ അഡ്ജക്റ്റീവും വരാം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ അഡ്ജക്റ്റീവും വരാം. കൂടുതൽ പാസ്റ്റ് പാർട്ടിസിപ്പിളിൻ്റെ ഒപ്പമാണ് ഉപയോഗിക്കുക. ഓക്കെ? അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എഴുതി കുറച്ച് വാചകങ്ങൾ എഴുതി തിരിച്ചു വരുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് പിടികിട്ടും. ഓക്കെ? അപ്പോൾ നമുക്ക് ഗെറ്റിൻ്റെ പ്രയോഗം നോക്കാം. നമുക്ക് ഗെറ്റിൻ്റെ പ്രവർത്തിച്ച് പറയുകയാണെങ്കിൽ ഈ ബേക്കിൻ്റെ സ്ഥാനത്ത് വേണമെങ്കിൽ നമുക്ക് ഗെറ്റ് വയ്ക്കാം. അങ്ങനെ വയ്ക്കുമ്പോൾ ഒരു ചെറിയ വ്യത്യാസം വരും അർത്ഥത്തിൽ. ഈ ബേക്കിന്നിട്ട് പ്രേരിപ്പിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക അല്ലേ? മേക്ക് ദ മാൻ വൈസ് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ ബുദ്ധിയുള്ളവരാക്കും, അറിവുള്ളവരാക്കും. അതൊരു ഫോഴ്സ് ഉണ്ടായില്ല അല്ലേ? പ്രേരിപ്പിക്കൽ നിർബന്ധമുണ്ട്. പക്ഷെ ഗെറ്റ് ചെയ്യാൻ ചില കിട്ടുക എന്നർത്ഥം. ബുദ്ധിയുള്ളവനാക്കി കിട്ടും, ബുദ്ധിയുള്ളവനാക്കി കിട്ടും എന്നൊരർത്ഥമാണ് വരിക. ശരി, മേക്ക് ബോഡി സ്ട്രോങ് എന്നുള്ളതിന് പകരം ഗെറ്റ് ദ ബോഡി സ്ട്രോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തെ ശക്തിയുള്ളതാക്കി കിട്ടും. അങ്ങനെ ഒരു അർത്ഥമാണ് വരിക. മെയ്ഡ് ഹിസ് ലൈഫ് മിസറബിൾ എന്നുള്ളത് എന്താ പറയുക? അവളുടെ ജീവിതം ദുരിതമുള്ളത് ആക്കി അല്ലേ? അതിന് ദിവസം ഗെറ്റ് വയ്ക്കുകയാണെങ്കിൽ അവൻ്റെ ജീവിതം ദുരിതമുള്ളത്, ഇവിടെ ഗോട്ട് വയ്ക്കുക. മെയ്ഡിന് തുല്യം ഗോട്ടാണ്. അപ്പം ഗോട്ട് ഹിസ് ലൈഫ് മിസറബിൾ എന്ന് പറഞ്ഞാൽ ജീവിതം ദുരിതമുള്ളതാക്കി കിട്ടി എന്നർത്ഥം.
മനസ്സിലായ? അതായത് ആയിത്തീർന്നു, അങ്ങനെ ആയിത്തീർന്നു എന്നൊരർത്ഥമാണ് അതിനിപ്പോൾ വരിക. നമുക്ക് കുറച്ച് വാചകങ്ങൾ എഴുതി നോക്കിക്കഴിഞ്ഞാൽ അത് ഒന്നുകൂടി ക്ലിയർ ആവും. അപ്പോഴേ ക്ലിയർ ആവുള്ളൂ. എന്തായാലും അതിൻ്റെ ഘടന ഒന്നും ഞാൻ എഴുതിയിടാം. അതുപോലെ കുറച്ച് വാചകങ്ങളും ഞാൻ എഴുതാം. ഓക്കെ, നിങ്ങളിപ്പോൾ ബോർഡിലേക്ക് നോക്കുക. അവിടെ ഈ കറുത്ത ഒരു കള്ളിയിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. ആ എഴുതിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഗെറ്റിൻ്റെ പ്രയോഗം പഠിക്കാനുള്ള കാര്യമാണ്. ഒരു ഗെറ്റ് എന്ന വെർബ് ഒരു അഡ്ജക്റ്റീവിനോട് ചേർത്ത് വാചകത്തിൽ പ്രയോഗിക്കുമ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും വെർബ്, ഒബ്ജക്റ്റ്, അതിൻ്റെ ഘടന എന്ന് വിശദമാക്കാനാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഗെറ്റ് വെർബായിട്ട് വരുമ്പോൾ ഗെറ്റ്, ഒബ്ജക്റ്റ്, അഡ്ജക്റ്റീവ്. അപ്പോൾ ഈ അഡ്ജക്റ്റീവും ഗെറ്റിൻ്റെയും അർത്ഥം കൂട്ടിയിട്ടാണ് നമ്മൾ അർത്ഥം എടുക്കേണ്ടത്. അഡ്ജക്റ്റീവ് എന്നുള്ളത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ ഓർഡിനറി. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നൊക്കെ അറിയാം അല്ലേ? ഒരു ക്രിയയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താന്ന് പല തവണ പറയുന്നത്. ഇത് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നേരത്തെ പഠിച്ച എന്താ മെയ്ക്കിനെ കുറിച്ച് പറഞ്ഞതാണ് അല്ലേ? മെയ്ക്കിന് എന്താ ഉള്ളത്? മെയ്ക്ക്, ഓബ്ജക്റ്റ്, അഡ്ജക്റ്റീവ് അതേ ഒരു ഘടന തന്നെയാണ് ഉള്ളത് അല്ലേ? എന്ത് കാണാം. പക്ഷെ മെയ്ക്കും ഗെറ്റ് തമ്മിൽ എന്താണ് ചെറിയ വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥങ്ങളിൽ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണ് ചെറിയ വ്യത്യാസം? മെയ്ക്ക് ഉപയോഗിക്കുമ്പോൾ ഒരു നിർബന്ധിക്കുകയാണ്. മെയ്ക്ക് ഹാപ്പി എന്ന് വെച്ചാൽ സന്തോഷിപ്പിക്കുക എന്ന അർത്ഥം വരിക. അതായത് സന്തോഷം ഉള്ളതാക്കുക എന്ന നിർബന്ധമാണ് അതിൽ, അല്ലെങ്കിൽ ഒരു ബലപ്രയോഗമാണ് അതിൽ കാണുന്നത്. എങ്കിൽ ഇതൊരു പ്രലോഭനമോ പ്രീണനമോ അല്ലെങ്കിൽ സോപ്പിട്ടോ ഒരു സാധനം ചെയ്ത് കിട്ടുമ്പോൾ ഉള്ള ഒരു ഇഫക്റ്റാണ് വരിക. അതിൻ്റെ അർത്ഥം വെച്ചാൽ ഗെറ്റ് ഹാപ്പി എന്ന് വെച്ചാൽ സന്തോഷമുള്ളതായി കിട്ടുക. അവളെ ഐ ഗോട്ട് ഹെർ ഹാപ്പി എന്ന് വെച്ചാൽ അവളെ സന്തോഷമുള്ളതായി കിട്ടി. അപ്പം മെയ്ഡ് എന്ന് പറയുമ്പോൾ എൻ്റെ ആ ബലപ്രയോഗമുണ്ട്. ഞാനാണ് അതിൻ്റെ ഇഫർട്ട് എടുക്കുന്നത്. ഇഫർട്ടല്ല, മറ്റുള്ളവരുടെയും മറ്റു തരത്തിലും നമ്മൾ ഹാപ്പിയായി കിട്ടി. അപ്പോൾ ഞാനിപ്പോൾ ഒരു പെൺകുട്ടിയോട് എന്തെങ്കിലും തമാശ പറഞ്ഞ് ചിരിപ്പിക്കുക, എന്താ പറയുക, ചിരിപ്പിച്ച് സന്തോഷമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയും ഐ മെയ്ഡ് ഹർ ഹാപ്പി ബൈ ടോക്കിങ്. സംസാരിച്ചുകൊണ്ട് അവളെ സന്തോഷമുള്ളതാക്കി തീർക്കും. ഞാൻ ആ മെയ്ക്ക് ചെയ്യട്. അതേസമയം അവൾ വിഷമിച്ചിരിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ എന്തോ ഒരു തമാശ കണ്ടു, അത് കേട്ട് അവൾ പെട്ടെന്ന് ചിരിച്ച് സന്തോഷമായി എന്ന് പറയുമ്പോൾ എന്താണ്? അപ്പം ഞാൻ എൻ്റെ ഇഫർട്ട് അവിടെ ഇല്ലേ? ഐ ഗോട്ട് ഹെർ ഹാപ്പി, ആ സാക്കി അവളെ സന്തോഷമുള്ളതായി കിട്ടി എന്ന് പറയുമ്പോൾ അത് എൻ്റെ ഇഫർട്ട് കുറവാണ്. എൻ്റെ നിർബന്ധിക്കലോ എൻ്റെ ഇഫർട്ട് കുറഞ്ഞിട്ട് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക ആ ഒരു പ്രയോഗം. അത് വാചകങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അതിൽ തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ടുള്ള ഉപയോഗമാണ് കൂടുതൽ. അതിനാണ് കുറച്ച് ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് നമുക്ക് ആദ്യം അത് പഠിക്കുക. അപ്പോൾ ഗെറ്റ് ഓബ്ജക്റ്റ്, ഗെറ്റ് കഴിഞ്ഞിട്ട് ഓബ്ജക്റ്റ്, അതിൽ അഡ്ജക്റ്റീവായിട്ട് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഗെറ്റ് പ്ലസ് ഒരു ഓബ്ജക്റ്റ്, പിന്നെ ഇപ്പോൾ കട്ട് എന്നുള്ളൊരു വാക്ക് എടുക്കുക. ആ ബോർഡിൽ ഇപ്പോൾ ഞാൻ എഴുതി നോക്കിയേ, ഗെറ്റ് ബാഗ് റിപ്പയർഡ്, ഗെറ്റ് ഹെയർ കട്ട്. അപ്പോൾ ഗെറ്റ് കഴിഞ്ഞിട്ട് ബാഗ്, അത് ഓബ്ജക്റ്റ്, പിന്നെ റിപ്പയർഡ്. അപ്പോൾ ഗെറ്റ് ബാഗ് റിപ്പയർഡ് എന്ന് പറഞ്ഞാൽ ഗെറ്റ് കഴിഞ്ഞിട്ട് ഒരു ഓബ്ജക്റ്റ്, അത് റിപ്പയർഡ്. ഇതിൻ്റെ അർത്ഥം എങ്ങനെ പറഞ്ഞാൽ ഗെറ്റ് നമുക്കറിയാം റിപ്പയർഡ് പാസ്റ്റ് പാർട്സിലാകുമ്പോൾ അത് റിപ്പയർ ചെയ്യപ്പെടുന്നതൊക്കെ അർത്ഥം വരിക റിപ്പയർഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അത് നമുക്കറിയാം.
ഗെറ്റ് ബാഗ് റിപ്പയർ ചെയ്യപ്പെട്ട് കിട്ടുക എന്ന് പറയാം. ഗെറ്റ് ബാഗ് റിപ്പയർഡ്, ബാഗ് റിപ്പയർ ചെയ്യപ്പെട്ട് കിട്ടുക. അപ്പൊ ഇതിന് ഗെറ്റ് ഹെയർ കട്ട് ചെയ്യപ്പെട്ട് കിട്ടുക, ഗെറ്റ് ഹെയർ കട്ട്. അപ്പൊ ഇതിന്റെ പ്രയോഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ പ്രയോഗം പഠിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ അർത്ഥമൊക്കെ പറയുമ്പോൾ എനിക്കൊരു ഭയമുണ്ട്. കാരണം എന്താ വെച്ചാല് കട്ടിന്റെ അർത്ഥം ഒക്കെ നമ്മൾ തൃശ്ശൂർക്കാരൻ ഭാഷയിൽ വേറെ പറയാം. അപ്പൊ നമുക്കറിയില്ല, ചില ജില്ലയില് ഈ കട്ടിന്റെ അർത്ഥം തൃശ്ശൂർക്കാർ പറഞ്ഞ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അത് അശ്ലീലമൊക്കെ ആവും. അത് കാരണം ചിലപ്പോഴൊക്കെ ഞാൻ അറിവാണ്ട് തൃശ്ശൂർ ഭാഷയിലെ പ്രയോഗമൊക്കെ ഇടയ്ക്ക് വരുമ്പോൾ എന്തെങ്കിലും തെറ്റിട്ടുകൾ ക്ഷമിക്കുക. അപ്പൊ എന്തെങ്കിലും പറയാൻ അപ്പോൾ ഈ ഗെറ്റിന്റെ പ്രയോഗം ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ കൃത്യമായ അർത്ഥം കേൾക്കുന്ന ആൾക്ക് മനസ്സിലാകണമെങ്കിൽ ഗെറ്റ് പോലത്തെ പ്രയോഗങ്ങൾ അത്യാവശ്യമാണ്. മലയാളത്തിലും അത്യാവശ്യമല്ലാതല്ല പറഞ്ഞത്, നമ്മൾ ഉപയോഗിക്കുമ്പോൾ തെറ്റിച്ച് പറയാറുണ്ട് സാധാരണ. അപ്പൊ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പൊ ഞാന് 10-20 കൊല്ലം മുമ്പ് കാസർഗോഡ് ജോലി ചെയ്യുമ്പോൾ, അപ്പൊ അവിടെ റൂം എടുത്ത് താമസിക്കുകയായിരുന്നു. പേരൊക്കെ ഇന്ത്യ. അപ്പോൾ ഞാൻ അവരൊക്കെ പറഞ്ഞു മുടിയൊക്കെ വല്ലാണ്ട് വലുതായില്ലോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ വേഗം അത് വെറുതെ ഇരിക്കുകയാണ്, ഞായറാഴ്ചയാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ റൂമിൽ എവിടേക്കാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മുടി വെട്ടിക്കാൻ പോവാന്ന് പറഞ്ഞ പക്ഷെ ആളെ മുഖം ആകെ ഇങ്ങനെ എന്താ വന്താളിച്ച പോലെ, ഞാനൊരു ഭയമുള്ള പോലെ. എന്തുട്ടാ നീ പറയണ ചോദിച്ചു. അപ്പൊ എന്തേ ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത് ഇവിടെ മുടി വെട്ട് അത് പറയാൻ പാടില്ല, ചെകിടത്തടി കിട്ടുന്നു പറഞ്ഞു. എന്താ കാരണം? അപ്പൊ പറഞ്ഞു അവിടെ മുറിക്കാൻ എന്താ പറയാൻ പാടുണ്ടോ? ശരി, ഇതൊരു അശ്ലീലതോടെയെന്ന് പറഞ്ഞു. അത് പറഞ്ഞതെന്തായെന്ന് പറഞ്ഞു. എനിക്കറിയാതെ ഞാൻ പോയി അവിടെ പോയിട്ട് പറഞ്ഞുതരാം. അങ്ങനെ അനുസരിച്ച് പുറത്ത് അങ്ങനെ വഴിക്ക് പാർപ്പുറത്തിൽ നടക്കുമ്പോൾ എൻ്റെ ഒരു സബോർഡിനേറ്റ് ജോലിക്കാരനെ കണ്ടു. അത് വിഷ് ചെയ്ത ആള്. അപ്പോൾ സാറെ വിളിക്കാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ മുടി മുറിക്കാൻ പോവാന്ന് പറഞ്ഞു. ഈ തെറ്റുണ്ടാക്കിയിട്ട് അങ്ങനെ തന്നെ പറഞ്ഞു. അപ്പോൾ സാറ് ബാർബറാണോ? എന്ത് ബാർബറാണോ ചോദിച്ചേ? അത് മുടി മുറിക്കാൻ പോവാന്ന് പറഞ്ഞേ. അപ്പോഴാണ് ഞാൻ മനസ്സിലായി എൻ്റെ ഗ്രാമർ പ്രയോഗിച്ച് ശരിയായില്ല എന്ന് മനസ്സിലായത്. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ ശരിക്കുള്ളത് ഞാൻ മുടിയൊന്ന് വെട്ടിക്കിട്ടാൻ പോവാന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചാല് ഇപ്പൊ ഞാൻ ഇപ്പൊ സിനിമ കാണാൻ പോവാന്ന് പറഞ്ഞത് അർത്ഥം ഞാനാണ് സിനിമ കാണുന്നത് അല്ലേ. ഞാൻ മുടി മുറിക്കാൻ പോവാന്ന് പറഞ്ഞ മുടി വെട്ടാൻ കട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ ബാർബറല്ലേ. അപ്പൊ എനിക്ക് മനസ്സിലായി ആളെന്റെ പതുക്കൊന്ന് വാരിയതാണ്. അപ്പൊ നമ്മള് ശരിക്കും വാചകങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ എന്ത് ഉണ്ടാവും? ചിലപ്പോൾ മറ്റുള്ളവർ നമ്മളെ വാരും. പിന്നീട് എനിക്കത് മനസ്സിലായി. ഒന്ന് കളിയാക്കാനായിട്ട് അങ്ങനെ പറഞ്ഞാണ്. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മൾ മുടി മുറിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ മുടി മുറിക്കാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിൻ്റെ അർത്ഥം ഞാൻ മുടി ഞാനാണ് മുറിക്കാൻ പോകുന്നത്. അപ്പൊ ഞാനാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ബാർബറല്ലേ. പക്ഷെ അങ്ങനെയല്ല അർത്ഥം. നമ്മൾ ഉദ്ദേശിക്കുന്നത് അർത്ഥം മുടി മുറിക്കാൻ പോവാന്ന് പറഞ്ഞാൽ അതല്ല അർത്ഥം. മുടി മുറിച്ച് കിട്ടാൻ പോവുകയാണ്, മുടി മുറിച്ച് കിട്ടുവാൻ പോവുകയാണ്, അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ തെറ്റില്ല. അത് അപ്പോ ഇവിടെ ഗെറ്റ് ഹെയർ കട്ട് എന്ന് പറഞ്ഞാൽ മുടി മുറിച്ച് കിട്ടുക എന്നർത്ഥം. അപ്പൊ ഗെറ്റ് ബാഗ് റിപ്പയർഡ് എന്ന് പറഞ്ഞതർത്ഥം ബാഗ് നന്നാക്കി കിട്ടുക, അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ഐ ആം ഗോയിങ് ടു ഗെറ്റ് മൈ ബാഗ് റിപ്പയർഡ്, ഞാൻ ബാഗ് നന്നാക്കി കിട്ടുവാൻ പോവുകയാണ്. അതിന് കുഴപ്പമില്ല. അപ്പൊ ഞാനല്ല നന്നാക്കുന്നത്. ഐ ആം ഗോയിങ് ടു റിപ്പയർ മൈ ബാഗ് എന്ന് വെച്ചാൽ ഞാൻ
ബാഗ് റിപ്പയർ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞതർത്ഥം ഞാനാണ് റിപ്പയർ ചെയ്ത ആള്, ഞാനാണ് ചെരുപ്പ് കുട്ടിയാണ്, അല്ലെങ്കിൽ ബാഗ് റദ്ദാക്കുന്ന ആളെന്ന് അർത്ഥം തെറ്റായിരിക്കും. അപ്പൊ നമ്മൾ അങ്ങനെ കൃത്യമായിട്ട് ഇംഗ്ലീഷിൽ പ്രയോഗിക്കണം. ഇംഗ്ലീഷിൽ തന്നെ പ്രത്യേകത ഇങ്ങനെ തന്നെ പറയണം. അല്ലെങ്കിൽ അവർ വിചാരിക്കും, ഇത് കേൾക്കുന്ന ആൾ വിചാരിക്കും നമ്മൾ ബാർബറാണെന്നോ അല്ലെങ്കിൽ ചെരുപ്പൂട്ടിയാണെന്നോ ഇതൊക്കെ വിചാരിക്കും. അപ്പൊ അതിന്റെ പ്രയോഗം അങ്ങനെയാണ് വരുന്നത്. എന്തിനാ പറയുക? ഇതിന്റെ അർത്ഥം എന്താ പറയുക? ഗെറ്റ് ഹെയർ കട്ട് എന്ന് വെച്ചാല് മുടി മുറിച്ച് കിട്ടുക. അതുപോലെ ഗെറ്റ് ബാഗ് റിപ്പയർഡ്, ബാഗ് റിപ്പയർ ചെയ്യപ്പെട്ട് കിട്ടുക. ഐ ആം ഗോയിങ് ടു ഗെറ്റ് ബാഗ് റിപ്പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഗ് റിപ്പയർ ചെയ്യപ്പെട്ട് കിട്ടുവാൻ പോകുകയാണ്. അങ്ങനെ പറയുമ്പോൾ തെറ്റില്ല, എന്തില്ല, അതില് കേൾക്കുന്ന ആൾക്കാർക്ക് വ്യത്യാസമില്ല. അപ്പോൾ ആ വാചകം ഞാൻ ബോർഡിൽ എഴുതിയിടാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഓരോ വാചകങ്ങൾ വായിച്ചു നോക്കിയാൽ ഐ ആം ട്രൈയിങ്, ഞാൻ ശ്രമിക്കുകയാണ്. ഞാൻ ഇതിനെ ശ്രമിക്കരുത്. ടു ഗെറ്റ് കിച്ചൺ ക്ലീൻഡ്, കിച്ചൺ ക്ലീൻ ചെയ്ത് കിട്ടുവാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്ത് കിട്ടുവാൻ ശ്രമിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പൊ ഗെറ്റ് കഴിച്ച് ഓബ്ജക്റ്റ് കഴിച്ച് ക്ലീൻ. അപ്പൊ കിച്ചൺ എന്നുള്ളത് ഓബ്ജക്റ്റ്, അതിന്റെ ഗെറ്റിന്റെ ക്ലീൻ. അപ്പൊ കിച്ചൺ ക്ലീൻ ചെയ്യപ്പെട്ട് കിട്ടുവാൻ ഞാൻ പോവുകയാണ്. ഐ ആം ഗോയിങ് ടു ഗെറ്റ്, ഞാൻ പോവുകയാണ്. ഗെറ്റ് മൈ ബാഗ് റിപ്പയർ. ഗെറ്റ് കഴിഞ്ഞിട്ട് അതിന്റെ ഒബ്ജക്റ്റ് കഴിഞ്ഞ് റിപ്പയർഡ്. അപ്പോൾ ബാഗ് റിപ്പയർ ചെയ്യപ്പെട, ബാഗ് റിപ്പയർ ചെയ്യപ്പെട്ട് കിട്ടുവാൻ ഞാൻ പോവുകയാണ്. ഐ ഗോട്ട് മൈ ഹെയർ കട്ട്. ഐ ഗോട്ട് മൈ ഹെയർ, എൻ്റെ മുടി മുറിക്കപ്പെട്ട് കിട്ടി. എനിക്ക് എൻ്റെ മുടി, മൈ ഹെയർ, കട്ട് ചെയ്യപ്പെട്ട് കിട്ടി, അതായത് മുറിക്കപ്പെട്ട് കിട്ടി. എന്താണ് അതിൻ്റെ അർത്ഥം? മനസ്സിലായ? ഓക്കെ. അപ്പോൾ ഇതിന് പകരം നമുക്ക് സാധാരണ വെക്കാം, സാധാരണ അഡ്ജക്റ്റീവ് വെക്കുക. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ വെക്കുക, ക്ലീൻ. അപ്പൊ ഇതൊക്കെ മാറ്റി സാധാരണ വെക്കുക. ഇപ്പൊ നോക്കുക, ഇങ്ങനെ മാറ്റിയിട്ട് വേണമെങ്കിൽ ഇതിന്റെ സ്ഥലത്ത് ബ്രൈറ്റ് ഇതാക്കാം. ഡ്രൈ എന്ന് വയ്ക്കുക. അപ്പോൾ ഇതെന്താണ്? ഓർഡിനറി സാധാരണ അഡ്ജക്റ്റീവ്സ് ആണ്. ഐ ആം ഗോയിങ് ടു ഗെറ്റ് കിച്ചൺ ക്ലീൻ. എന്താർത്ഥം? കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കള, അടുക്കള ക്ലീൻ എന്ന് പറഞ്ഞ് വൃത്തിയുള്ള. അപ്പൊ അടുക്കള വൃത്തിയുള്ളതായി കിട്ടുവാൻ ഞാൻ ശ്രമിക്കുകയാണ് എന്നർത്ഥം. ഐ ആം ഗോയിങ് ടു ഗെറ്റ് മൈ ബാഗ് ബ്രൈറ്റ്. ബ്രൈറ്റ് തിളക്കമുള്ള, മൈ ബാഗ് എൻ്റെ ബാഗ് തിളക്കമുള്ള ആയി കിട്ടുവാൻ. അപ്പൊ ഗെറ്റ് ക്ലീൻ, ഗെറ്റ് ബ്രൈറ്റ് എന്ന് വെച്ചാൽ ബ്രൈറ്റ് തിളക്കമുള്ളതായി കിട്ടുവാൻ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്തായിരിക്കും? മൈ ഗോട്ട് മൈ ഹെയർ ഡ്രൈ, എൻ്റെ മുടി ഡ്രൈ ആയി, അതായത് ഉണങ്ങിയതായി ഉണങ്ങിയതായി, ഡ്രൈ എന്ന് വെച്ചാൽ ഉണങ്ങിയതായി കിട്ടുവാൻ കിട്ടി. എൻ്റെ മുടി ഉണങ്ങിയതായി കിട്ടി. ഐ ഗോട്ട്, എനിക്ക് എൻ്റെ മുടി ഉണങ്ങിയതായി കിട്ടി. ഇതാണ് ഇതിൻ്റെ അർത്ഥം. അത് മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെയാണ് ഗെറ്റ് വയ്ക്കുമ്പോൾ ഗെറ്റ് കഴിഞ്ഞിട്ട് എന്താണ് ആ ഒരു ഓബ്ജക്റ്റ് വരും. ഗെറ്റ് കഴിഞ്ഞൊരു ഓബ്ജക്റ്റ് വരും. ആ ഓബ്ജക്റ്റിന് എന്ത് വിശേഷതയാണ് ഉണ്ടാവുന്നത് അത് കഴിഞ്ഞിട്ട് എഴുതാം. അപ്പോൾ ഇതിലൊരു ഗെറ്റ് കഴിഞ്ഞിട്ട് ഒരു ഓബ്ജക്റ്റ് വെച്ചു. ആ ഓബ്ജക്റ്റ് ഉണ്ടാകുന്ന സവിശേഷത അതല്ലേ അഡ്ജക്റ്റീവ്, വിശേഷത അതല്ലേ അഡ്ജക്റ്റീവ് എന്ന് പറയാം. അഡ്ജക്റ്റീവ് വെക്കുക. അപ്പോൾ ഇതിൽ ഒന്നുകൂടി പറയാം അർത്ഥം. ഐ ആം ട്രൈ, ഞാൻ ശ്രമിക്കുകയാണ്. എന്തിന്? കിച്ചൺ വൃത്തിയുള്ളതായി കിട്ടുവാൻ. അപ്പോൾ ടു ഗെറ്റ് കിച്ചൺ ക്ലീൻ ഒക്കെ വൃത്തിയുള്ളതായി കിട്ടുവാണ്ട് ആർത്തെടുക്കുക. അതുപോലെ ഐ ആം ഗോയിങ് ടു ഗെറ്റ് മൈ ബാഗ് ബ്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോവുകയാണ്. ഇതിന് എൻ്റെ ബാഗ് തിളക്കമുള്ളതായി കിട്ടുവാൻ പോകുകയാണ്. എന്നിട്ട് പോളിഷ് ചെയ്ത് കിട്ടുവാൻ പോകാൻ നടത്തുന്നത്. ഐ ഗോട്ട് മൈ ഹെയർ ഡ്രൈ,
എനിക്ക് എൻ്റെ മുടി ഉണക്കമുള്ളതായി കിട്ടി, അതായത് ഉണങ്ങി കിട്ടിയെന്നൊക്കെ അർത്ഥം. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രയോഗം. ഇതേപോലെ മറ്റു പ്രയോഗമുള്ള ഒരു വാക്കാണ് ഗോട്ട്. ഹാവ് ഗോട്ടിൻ്റെ സ്ഥാനത്ത് ഉപയോഗിക്കാവുന്ന, ഏകദേശം ഇതേ അർത്ഥത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു വാക്കാണ് ഹാവും ഇങ്ങനെ തന്നെ ഉപയോഗിക്കും. ഓക്കെ, നമുക്ക് അതിനെക്കുറിച്ച് ഇനി പഠിക്കാം. ഗെറ്റിന് പകരം ഹാവ് വരുമ്പോൾ ഇതാണ് അതിൻ്റെ ഫോം. ഹാവ് പ്ലസ് ഓബ്ജക്റ്റ് പ്ലസ് അഡ്ജക്റ്റീവ്. എന്താണ് അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുക? അധികവും പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ഉപയോഗിക്കുക. അതാണ് പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടത്. എന്താ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് അർത്ഥമെടുക്കുക അതുകൂടെ നോക്കിയാൽ, ഹാവ് ബാഗ് റിപ്പയർഡ്. ഹാവിൻ്റെ ഒബ്ജക്റ്റ് ബാഗ് റിപ്പയർഡ്. അപ്പോൾ അർത്ഥം ഇങ്ങനെ എടുക്കുക, ബാഗ് റിപ്പയർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക. അപ്പോൾ ഹാവ് ബാഗ് റിപ്പയർഡ് എന്ന് പറഞ്ഞാൽ ബാഗ് റിപ്പയർ ചെയ്യപ്പെട്ടിട്ടുണ്ടാകുക എന്നർത്ഥം. ബാഗ് റിപ്പയർ ചെയ്യപ്പെട്ടിട്ടുണ്ടാകുക. ഓരോന്നിൻ്റെ അർത്ഥം നമുക്ക് മുകളിലേക്ക് വാചകങ്ങൾ വായിച്ച് അർത്ഥം പറയുമ്പോൾ വളരെ ക്ലിയർ ആവും. ശ്രദ്ധിക്കുക. ഐ ആം ട്രൈയിങ്, ഞാൻ ശ്രമിക്കുകയാണ്. ടു ഹാവ് ഉണ്ടാകുവാൻ. എന്ത്? കിച്ചൺ, അടുക്കള. ക്ലീൻ, ചെയ്യപ്പെട്ട്. അങ്ങനെയാണ് അതിൻ്റെ ഓരോ ഭാഗം എടുത്ത് അർത്ഥം പറയുമ്പോൾ. ശരിക്കും അർത്ഥം വരുമ്പോൾ ഞാൻ എന്താണ് കിച്ചൺ ക്ലീൻ ചെയ്യപ്പെട്ട്, അടുക്കള ക്ലീൻ ചെയ്യപ്പെട്ടുണ്ടാകുവാൻ. ടു ഹാവ് ഉണ്ടാകുവാൻ. ഐ ആം ട്രൈങ്, ഞാൻ ശ്രമിക്കുകയാണ്. അടുത്ത് ഐ ആം ഗോയിങ് ടു ഹാവ് മൈ ബാഗ് റിപ്പയർഡ്. ഞാൻ പോവുകയാണ്. എന്തിനു പോവാണ്? ടു ഹാവ് ഉണ്ടാകുവാൻ. എന്ത്? മൈ ബാഗ്, എൻ്റെ ബാഗ്. എന്ത്? റിപ്പയർ ചെയ്യപ്പെട്ട്. അപ്പോൾ എൻ്റെ ബാഗ് റിപ്പയർ പറ്റിയിട്ടുണ്ടാകുവാൻ ഞാൻ പോകുകയാണ് എന്ന് വെച്ചാൽ എൻ്റെ ബാഗ് റിപ്പയർ ചെയ്ത് കിട്ടുവാൻ പോവുകയാണ് അർത്ഥം. ഐ ഹാഡ് മൈ ഹെയർ കട്ട്. എനിക്കുണ്ടായി. എന്ത്? മൈ ഹെയർ, എൻ്റെ മുടി. കട്ട്, മുറിക്കപ്പെട്ട്. അത് എൻ്റെ മുടി മുറിക്കപ്പെട്ട് പറ്റിയിട്ടുണ്ടായി എന്നുവെച്ചാൽ മുറിക്കപ്പെട്ട് കിട്ടി എന്നർത്ഥം. അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥം വരിക. അപ്പോൾ നമ്മൾ ബേക്കിൻ്റെ അർത്ഥം പ്രയോഗം പഠിച്ചു, ഗെറ്റിൻ്റെ പ്രയോഗം പഠിച്ചു, പിന്നെ ഹാവിൻ്റെ പ്രയോഗം പഠിച്ചു. ഏകദേശം ഒരു പാറ്റേൺ ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ബേക്കിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ബേക്ക് വരുമ്പോൾ ബേക്ക് പ്ലസ് ഓബ്ജക്റ്റ്, അത് കഴിഞ്ഞാൽ എന്ത് വരും? വെർബ് റൂട്ട് വരും. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ ബേക്കിൻ്റെ തന്നെ വേറൊന്ന് പഠിച്ചു. ബേക്ക് കഴിഞ്ഞ് ഓബ്ജക്റ്റ് കഴിഞ്ഞിട്ട് അഡ്ജക്റ്റീവ് വരുന്നത്, അത് പഠിച്ചു കഴിഞ്ഞു. അതിന് പിന്നെ നമ്മൾ ഗെറ്റ് കഴിഞ്ഞിട്ട് ഓബ്ജക്റ്റ്, അത് കഴിഞ്ഞിട്ട് ഒരു അഡ്ജക്റ്റീവ്. സാധാരണ അഡ്ജക്റ്റീവ് വരാം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരാം. അതെങ്ങനെ അർത്ഥം എടുക്കുക അത് കണ്ടു. അതുപോലെ ലാസ്റ്റ് നമ്മൾ ഹാവ്, ഈ ഗെറ്റിൻ്റെ സ്ഥാനത്ത് ഹാവ് വെച്ചു. ഗെറ്റിൻ്റെ സ്ഥാനത്ത് ഹാവ് വെച്ചു. ഹാവ് ഓബ്ജക്റ്റ്, അത് കഴിഞ്ഞിട്ട് പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് കൂടുതലായിട്ട് അഡ്ജക്റ്റീവായിട്ട് വരിക. അപ്പോൾ അത് നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പിടികിട്ടി. അപ്പോൾ നമുക്കിനി മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്ക് വിട. നന്ദി, നമസ്കാരം, ബൈ.